ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നാളെയാണ് നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന +1 ഫിസിക്സിന്റെ മോഡൽ എക്സാം. സോ ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് സൂപ്പർ 60 ആയിട്ട് ഞാനും ജസീൽ സാറും ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സൂപ്പർ 60-കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും കൃത്യസമയത്ത് എന്തായാലും ലൈവ് ഉണ്ടായിരിക്കാം. തകർക്കാം നമുക്ക്. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഉറപ്പ് പറയാൻ സാധിക്കുന്ന ഒരു 20 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവസാനത്തെ ഒരു 6-7 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ടാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന മോഡൽ എക്സാമിനും ബോർഡ് എക്സാമിനും ഇംപ്രൂവ്മെന്റ് എക്സാമിനും ഒക്കെ ചോദിച്ച ചോദ്യങ്ങൾ സോർട്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന 20 ചോദ്യങ്ങൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ 20 ചോദ്യങ്ങളുടെ ടോട്ടൽ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ നിയർലി 52-56 മാർക്കൊക്കെയാണ് വരിക. പക്ഷേ എല്ലാ ചോദ്യങ്ങളും എന്തായാലും വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. പക്ഷെ എന്തായാലും ഒരു 40-45 മാർക്കൊക്കെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും പോസിബിൾ ആയ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നമുക്കറിയാം, നമ്മുടെ ചോദ്യ പേപ്പറിനകത്തുള്ള ഡെറിവേഷൻസിൽ നിന്ന് മാത്രം 30 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. അതായത് 50% മാർക്ക് ഡെറിവേഷന് മാത്രം ഉറപ്പിക്കാം. സോ ഡെറിവേഷൻസ് മാത്രം പഠിച്ചൊരു കുട്ടിക്ക് 30 മാർക്ക് കിട്ടുമെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങളും കൂടെ ഈ ഡെറിവേഷൻസ് കൂടി പഠിക്കുകയാണെങ്കിൽ 40 മുതൽ 45 മാർക്ക് നമുക്ക് അടിപൊളിയായി തന്നെ അഷ്വർ ചെയ്യാൻ സാധിക്കും. ഏറ്റവും സാധ്യമായ ചോദ്യങ്ങൾ. ഇത് മാത്രം പഠിച്ച് പരീക്ഷയ്ക്ക് പോകണമെന്ന് ഞാൻ പറയുകയില്ല. മറിച്ച് ഫസ്റ്റ് പ്രയോറിറ്റി ഈ ചോദ്യങ്ങൾക്ക് കൊടുക്കുക, അതിനുശേഷം ബാക്കിയുള്ള ചോദ്യങ്ങൾ പഠിക്കുക. റെഡി? സോ ഗൈസ്, ലേറ്റ് ആക്കുന്നില്ല, വാടാ. ലാലേട്ടൻ പറയുന്ന പോലെ വാടാ. ഫസ്റ്റ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഓറിയന്റഡ് ആയ 2 മാർക്കിന്റെ ചോദ്യം എന്തായാലും പരീക്ഷയിൽ ഉണ്ടാവും. എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. പക്ഷെ അതിനേക്കാളും പരീക്ഷയിൽ ചോദിക്കുന്നത് ഇതുപോലുള്ള ചോദ്യമാണ്. കുറച്ച് മെഷർമെന്റുകൾ നൽകിയിട്ട് അതിൽ എത്രത്തോളം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന ചോദ്യം. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന മെഷർമെന്റുകൾ തന്നെയാണ്. ഇതിലെ ഒരു 4 എണ്ണം എടുത്ത ഒരു ചോദ്യത്തിൽ ചോദിക്കും, ഇതിലൊരു 2 എണ്ണം തെരഞ്ഞെടുത്ത ഒരു മോഡലിൽ ചോദിക്കും, ഒരെണ്ണം എടുത്ത ഒരു ഇംപ്രൂവ്മെന്റിൽ ചോദിക്കും. ആ രീതിയിൽ ഇതിൽ നിന്ന് തന്നെയാണ് എല്ലാ വർഷങ്ങളിലും ചോദിക്കാറുള്ളത് കേട്ടോ. എല്ലാ വർഷങ്ങളിലും ഇതിൽ നിന്ന് തന്നെയാണ് ചോദ്യം. ഇവിടെ 2.64 × 10⁻24 ആണ് കേട്ടോ. 10ന്റെ പവറിലാണ് 24 വരുന്നത്. റൈറ്റ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പല കുറിയായി ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാക്കി തന്നെ പഠിക്കാം. അടുത്ത ഉത്തരങ്ങളൊക്കെ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഓറിയന്റഡ് ആയ അടുത്ത പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുക. ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പരീക്ഷയിൽ ചോദിക്കും. എന്ത് ചോദിക്കും? എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്നത് പരീക്ഷയിൽ ചോദിക്കും. സോ അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അറിയാത്തൊരു കുട്ടിക്ക് ഒരിക്കലും മാർക്ക് അടിക്കാൻ പറ്റൂല. സോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എല്ലാവരും മനസ്സിലാക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുക. സോ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ ഇടതും വലതുമുള്ള എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഈ ഡയമെൻഷണൽ കറക്റ്റ്നെസ്സിന് സ്ഥിരമായി കണ്ടുവരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെയാണ് സ്ഥിരമായിട്ട് കണ്ടുവരാറുള്ളത്. ഈക്വൽ MC², ½ MGH. ഇവന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഇവനാണ്. പിന്നെ റൂട്ട് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് 2π√L/G, √Gm/R, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ഇതെല്ലാം ഒന്ന് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇതിന് പുറമെ ബാക്കിയുള്ള കൈനമാറ്റിക് ഇക്വേഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ V² = U² + 2AS, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പരീക്ഷയിൽ പോകണം. ഇവയെല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ് കേട്ടോ. അടുത്തത് deduce the relation among physical quantities. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യുക. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള അടുത്ത ചോദ്യമാണ്. 3 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. സോ അതിനകത്ത് ഈ കാണുന്നവയാണ് പോസിബിലിറ്റി. പക്ഷെ ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണാറുള്ള 3 എണ്ണം സെൻട്രിപെറ്റൽ ഫോഴ്സ്, അടുത്ത ടൈം പീരീഡ്, അടുത്ത പോസിബിലിറ്റി കൈനറ്റിക് എനർജി, ഫ്രീക്വൻസി അടുത്തൊന്നും ചോദിച്ചിട്ടില്ല എങ്കിലും പഠിച്ചു വെച്ചു. റൈറ്റ്? ഇതാണ് ആ പോസിബിലിറ്റി റേഞ്ച്. ഫസ്റ്റ് പോസിബിലിറ്റി നിങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ചോദ്യം, അത് ഏറ്റവും കൂടുതൽ PYQസിൽ ഇവയിൽ നിന്ന് കണ്ടിരിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെക്കൻഡ് പ്രയോറിറ്റി സിമ്പിൾ പെൻഡുലം, തേർഡ് കൈനറ്റിക് എനർജി, ഫോർത്ത് പ്രയോറിറ്റി ഫ്രീക്വൻസി. ഇത് മാറി മാറി വരാം, പക്ഷെ വന്ന പ്രയോറിറ്റി റേഞ്ച് ആണ് പറയുന്നത്. മുൻ വർഷങ്ങളിൽ ചോദിച്ച ലെവലിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അടുത്തത് എന്തായാലും ഉണ്ട്, 100% ഞാൻ ഉറപ്പ് പറയുന്നു ഈ ചോദ്യം ഉണ്ട്. 100% അഷ്വറൻസ് തരാൻ പറ്റുന്ന ചോദ്യമാണ്. എല്ലാ പരീക്ഷകളിലും ഇത് ചോദിക്കും. ഡ്രോ ദ റിലേഷൻ ഗ്രാഫിക്കലി ഫോർ യൂണിഫോമലി ആക്സലറേറ്റഡ് മോഷൻ. യൂണിഫോമലി ആക്സലറേറ്റഡ് മോഷന്റെ ഗ്രാഫ് വരയ്ക്കുക, 3 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുക. ആ 3 ഇക്വേഷൻസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ V² = U² + 2AS ചോദിക്കും. അതുപോലെ തന്നെ S = UT + ½ AT² ചോദിക്കും. ഈ 2 എണ്ണമാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യമാണ്
വി ഈക്വൽ യു പ്ലസ് എ ടി. അത് കമ്പാരിറ്റീവ്ലി കുറവാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറും ബി സ്ക്വയർ ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as എന്തായാലും പരീക്ഷകൾ ചോദിക്കും. ഈ ഗ്രാഫ് ചോദ്യം കണ്ടില്ല എങ്കിൽ മാത്രം അതിൽ നിന്ന് ന്യൂമറിക്കൽ വരും. ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് അവർ ലൈക്ക് ഇങ്ങനെ തരും, ഒരു ട്രപ്പീസിയൻ ഷേപ്പാന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ലൈക്ക് അതായത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്താണ്, സ്ലോപ്പ് എന്താണ്, ലൈക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടല്ലോ. സോ അത്തരം ചോദ്യങ്ങൾ ന്യൂമറിക്കൽസ് വരാം. സോ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. മോസ്റ്റ് പ്രോബബ്ലി ഡെറിവേഷൻസ് വരും, ഓറൽസ് ന്യൂമറിക്കൽസ് കൂടി ഒന്ന് പഠിച്ചിടുക. അടുത്ത ചാപ്റ്ററിലോട്ട് കടക്കുന്നു. മോഷന്റെ പ്ലെയിൻ ആണ്, ഡെറിവേഷൻസ് ആണ് എന്തായാലും ചോദിക്കുക. ഇതിനകത്ത് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന ഡെറിവേഷൻസ് ഞാൻ പറയാം. ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്, ഇവന്മാർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. കാരണം ഇവന്മാരാണ് കൂടുതൽ പരീക്ഷകളിൽ ചോദിക്കാറുള്ളത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് ന്യൂമറിക്കൽ കൂടി ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് ചോദിക്കും. അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ഷേപ്പിന്റെ പാത്ത് എന്താണ്, പാരബോളയാണ്. അതുപോലെ തന്നെ പീക്ക് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റിക്കും ആക്സിലറേഷനും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്, പീക്ക് മോസ്റ്റ് പോയിന്റിലുള്ള വെലോസിറ്റി എത്രയാണ്, ഏത് വെലോസിറ്റിയാണ് പ്രൊജക്ടൈൽ മോഷനിൽ കോൺസ്റ്റന്റ് ആയിരിക്കുക, ഏതാണ് വേരിയിങ് ആയിരിക്കുക, ഏത് ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടുക. ലൈക്ക് അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, പ്രൊജക്ടൈലിന്റെ പാത്തിന്റെ ഷേപ്പ് പാരബോളിക് ആണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതൊക്കെ സ്ഥിരമായി ഇതിന്റെ കൂടെ ചോദിക്കാം. കൂടെ ന്യൂമറിക്കലും എക്സ്പെക്ട് ചെയ്യണം. അടുത്തതെന്ന് പറഞ്ഞു വെച്ചാൽ നെക്സ്റ്റ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇതിനൊന്നുമല്ല. നെക്സ്റ്റ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇതിനൊന്നുമല്ല. അടുത്ത പ്രയോറിറ്റി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്ത പ്രയോറിറ്റി ഞാൻ ഈ സൈഡിൽ എഴുതി തരാം. ദാറ്റ് ഈസ് AC, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അതിന്റെ ഇക്വേഷൻ v²/r, r ഒമേഗ സ്ക്വയർ ഓർമ്മയുണ്ടല്ലോ. അത് ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ ചോദിക്കും. ആരുടെ ആ ന്യൂമറിക്കൽ ചോദിക്കുക? ഇൻസെക്റ്റിന്റെ ന്യൂമറിക്കൽ ഉണ്ടല്ലോ. അതുപോലെ തന്നെ സ്റ്റോണ്, സ്ട്രിങ്, ആ ന്യൂമറിക്കൽ ചോദിക്കും. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇൻസെക്റ്റ് ഒരു സർക്കുലർ ഗ്രൂവിൽ കെട്ടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അടുത്തൊരു പോസിബിലിറ്റി എന്താണ് പറയുക, ഒരു സ്ട്രിങ് നമ്മളൊരു സ്റ്റോണിൽ കെട്ടിയിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നു. സോ അതിന്റെ സെന്റിപെറ്റൽ ആക്സിൽ, ലൈക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ ഭയങ്കര പോസിബിലിറ്റി ഉണ്ട്. പ്രൊജക്ടൈൽ മോഷൻ അധികം കണ്ടുവരാറില്ല. ഇക്വേഷന്റെ പ്രൂഫ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ലീനിയർ വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റിന്റെ പ്രൂഫ് പഠിച്ചു വെക്കുക. പക്ഷേ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, അതുമായി വരുന്ന ന്യൂമറിക്കൽസ് ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതിന് വലിയ സാധ്യതയുണ്ട്. വലിയ പ്രയോറിറ്റികൾ കൊടുക്കുക. 3 മാർക്കാണ് കേട്ടോ. അടുത്തത്, ഇതിൽ നിന്ന് മറ്റൊരു ചോദ്യമുണ്ട്. ദാറ്റ് ഈസ് അനലിറ്റിക്കൽ മെത്തേഡ്. അനലിറ്റിക്കൽ മെത്തേഡ് ഓഫ് വെക്ടർ അഡിഷൻ നിങ്ങൾക്ക് അറിയാലോ. ഞാനിവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉൾപ്പെടുത്തുന്നത് അനലിറ്റിക്കൽ മെത്തേഡ്. r = √a² + b² + 2ab cos θ. അനലിറ്റിക്കൽ മെത്തേഡ് എല്ലാവർക്കും അറിയാലോ. അത് പരീക്ഷകളിൽ നിരന്തരം ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ പഠിക്കണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയിൽ നിരന്തരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇത് പ്രൂവ് ചെയ്യുക, ഡിറൈവ് ചെയ്യുക. പാരലലോഗ്രാം ലോ ഉപയോഗിച്ച് ഇത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. മനസ്സിരുത്തി പഠിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ്. മുന്നോട്ട് പോവാം. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഇവിടെ ചോദിക്കുന്നത് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഫസ്റ്റ് ലോ ഓറിയന്റഡ് ആയിട്ട് സ്റ്റേറ്റ് ഫസ്റ്റ് ലോ എന്ന് ചോദിക്കുന്നതിന് ഉപരിയായിട്ട് അവർ ചോദിക്കുന്ന കാര്യം, ഫസ്റ്റ് ലോ എന്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ലോ മൂലം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാരാമീറ്റർ എന്താണ്? അത് ഇനേഴ്ഷ്യയാണ്. ലൈക്ക് അങ്ങനെ ചോദിക്കാം. ഇനേഴ്ഷ്യ എന്തിനെ അഫക്റ്റ് ചെയ്യുക? ഇനേഴ്ഷ്യ മാസിനെയാണ് അഫക്റ്റ് ചെയ്യുക. മാസ് കൂടുമ്പോഴാണ് ഇനേഴ്ഷ്യ കൂടുക. പിന്നെ ഇനേഴ്ഷ്യൻ്റെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ശരിയല്ലേ? ഇനേഴ്ഷ്യൻ്റെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇനേഴ്ഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, ഇനേഴ്ഷ്യ ഓഫ് മോഷൻ ഉണ്ട്, ഇനേഴ്ഷ്യ ഓഫ് ഡയറക്ഷൻ ഉണ്ട്. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. റെസ്റ്റ്, മോഷൻ, ഡയറക്ഷൻ, ഈ 3 കാര്യങ്ങൾ പരീക്ഷകളിൽ നിരന്തരം ചോദിക്കും. അത് നിങ്ങൾ എന്തായാലും പഠിക്കണം, സംശയം വേണ്ട. ഉറപ്പായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കണം. അത് ഓറിയന്റഡ് ആയ അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനേഴ്ഷ്യ ഓറിയന്റഡ് ആയ അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് പരീക്ഷകളിൽ എന്തായാലും ചോദിക്കും. അടുത്ത്, ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം അത് F=ma ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. F=ma എന്തായാലും ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഉപയോഗിച്ച് F=ma ഡിറൈവ് ചെയ്യാം. തേർഡ് ലോ പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഫോഴ്സ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പക്ഷേ അവ എന്തുകൊണ്ട് ക്യാൻസൽ ആവില്ല എന്ന് ചോദിക്കും. അതായത് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ? ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. പക്ഷെ എന്തുകൊണ്ട് അവന്മാർ ക്യാൻസൽ ആവുന്നില്ല? കാരണം രണ്ടും ഡിഫറെന്റ് ബോഡീസിലാണ് ആക്ട് ചെയ്യുന്നത്. അത് ചോദിക്കാം. ലൈക്ക് അങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലാതെ ഈ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, അതിന്റെ ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരും എന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. അടുത്തത് 2 ചോദ്യങ്ങളുണ്ട്. ബാങ്ക്ഡ് റോഡും ലെവൽ സർക്കുലർ റോഡും. ബാങ്ക്ഡ് റോഡ് ഡയറക്റ്റ് ആയിട്ട് ഡെറിവേഷൻ ആണ് ചോദിക്കുക. അതിൽ ന്യൂമറിക്കൽ വരികയാണെങ്കിൽ ഒപ്റ്റിമം സ്പീഡ് ഉണ്ടല്ലോ, ഒപ്റ്റിമം സ്പീഡ്, ആ ഒപ്റ്റിമം സ്പീഡ് ഓറിയന്റഡ് ആയ ന്യൂമറിക്കലാണ് ചോദിക്കുക.
അടുത്തത് ലെവൽ സർക്കുലർ റോഡ് ആണെങ്കിൽ ഡെറിവേഷനും ചോദിക്കും, അതിന്റെ മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ ചോദിക്കും. അതിന്റെ മാക്സിമം പെർമിസിബിൾ സ്പീഡ് എങ്ങനെയാണ് അറിയോ ചോദിക്കുക. ഇപ്പോൾ ഒരു കുട്ടി ഒരു സർക്കുലർ ട്രാക്കിലൂടെ 50 km/h ട്രാവൽ ചെയ്യുന്നു. ആ കുട്ടി സ്ലിപ്പ് ആവുമോ ഇല്ലയോ? വിൽ ഹി സ്ലിപ്പ്? അവൻ സ്ലിപ്പ് ആവുമോ ഇല്ലയോ? സ്ലിപ്പ് ആവോ? അത് നമുക്ക് കണ്ടുപിടിക്കാം. മാക്സിമം പെർമിസിബിൾ സ്പീഡ് കണ്ടുപിടിക്കുക. എന്നിട്ട് മാക്സിമം പെർമിസിബിൾ സ്പീഡും ഇപ്പോൾ ആ കുട്ടി കറന്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡും തമ്മിൽ കമ്പയർ ചെയ്യുക. ആ മാക്സിമം പെർമിസിബിൾ സ്പീഡിനേക്കാളും കൂടുതൽ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഉറപ്പായും സ്ലിപ്പ് ആവും, താഴെ വീഴും. സോ ആ രീതിയിലേക്ക് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് മൊമെന്റം കൈനറ്റിക് എനർജി റിലേഷൻ. നിങ്ങൾക്കത് അറിയുന്നതാണടാ. നോക്കടാ, ഇപ്പൊ കൈനറ്റിക് എനർജി ഈക്വൽ എന്താണ്? ½ mv². അല്ലേ? കൈനറ്റിക് എനർജി ഈക്വൽ ½ mv² ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഈക്വൽ മുകളിൽ താഴെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ p²/2m എന്ന് കിട്ടും. ഇത് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ p² ഈക്വൽ ടു 2m കൈനറ്റിക് എനർജി, p ഈക്വൽ ടു √2m കൈനറ്റിക് എനർജി. ലൈക്ക് ഇത് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഒരു ട്രക്കും ലോറിയും ഒരേ മൊമെന്റത്തിൽ ലൈക്ക് ഒരേ കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്യുന്നു, ആർക്കാണ് മൊമെന്റം കൂടുതൽ? ലൈക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിലെ മാസ് കൂടിയ വസ്തു മാസ് കുറഞ്ഞ വസ്തുവും ഒരേ വേഗതയിൽ, സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ മൊമെന്റം കൈനറ്റിക് എനർജി റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഫോർ എ ഫ്രീലി ഫാളിംഗ് ബോഡി. എല്ലാവർക്കും അറിയുന്നതല്ല, ഇതുപോലെ ഒരു ബോഡി, ഒരു കല്ല് താഴോട്ട് വീഴുന്ന കേസ്, ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി, ഈ പോയിന്റ് സി, അവിടെയുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അതിന്റെ ഗ്രാഫ് കൂടി വരയ്ക്കാൻ പഠിക്കണം. ഗ്രാഫ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഡെഡ്യൂസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. ടോർക്കും ആംഗുലർ മൊമെന്റവും 100% ഉറപ്പ് ഞാൻ പറയുന്ന ഒരു 100% അഷ്വേർഡ് ആയ ക്വസ്റ്റൻ ആണ്. 100% അഷ്വേർഡ്. എന്തായാലും ഈ ചോദ്യം ഉണ്ട് എന്ന് തന്നെ പറയാം. 100% ഉറപ്പുള്ള 100% അഷ്വറൻസ് തരാൻ പറ്റുന്ന ചോദ്യമാണ് കേട്ടോ. അടുത്ത ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലെങ്കിൽ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. ആ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം പരീക്ഷകൾ ചോദിക്കും. എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലെങ്കിൽ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് എസ്കേപ്പ് സ്പീഡ്. 100% അഷ്വറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ എസ്കേപ്പ് സ്പീഡ് ചോദിക്കും. എസ്കേപ്പ് സ്പീഡും മനസ്സിലാക്കുക, എസ്കേപ്പ് സ്പീഡും ഓർബിറ്റൽ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അത് ഓറിയന്റഡ് ആയ ചോദ്യം ചോദിക്കും. അടുത്ത ഇതിനകത്ത് പോസിബിൾ എന്ന് പറഞ്ഞു വെച്ചാൽ കെപ്ലേഴ്സ് ലോ ആണ്. കെപ്ലേഴ്സിന്റെ എല്ലാ ലോസും പഠിക്കുക. സെക്കൻഡ് ലോ എന്തിന്റെ കൺസർവേഷനിലാണെന്നുള്ള ചോദിക്കണ്ട. സെക്കൻഡ് ലോ ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം അല്ലേ? അത് ചോദിക്കും. ലോ ഓഫ് ഏരിയാസ് ആംഗുലർ മൊമെന്റ് കൺസർവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ലോ ഓഫ് പീരീഡ്സ്, ലോ ഓഫ് ഓർബിറ്റ്സ്, ലോ ഓഫ് ഏരിയാസ് എല്ലാം നിങ്ങൾ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിന് പുറമെ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്, ഡെപ്ത്, അതുപോലെ തന്നെ ടൈം പീരീഡ്, ഓർബിറ്റൽ വെലോസിറ്റി, അങ്ങനെ കുറേ ഡെറിവേഷൻസ്, എനർജി ഉണ്ട്, കുറേ ഡെറിവേഷൻസ് ഉണ്ട്. പക്ഷേ ചിലപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേഷൻ ചോദിക്കണ്ട. ചിലപ്പോൾ ചോദിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ചിലപ്പോൾ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ എല്ലാം പഠിച്ചു വയ്ക്കുക, എല്ലാം മനസ്സിലങ്ങ് ഉറപ്പിച്ചു വയ്ക്കുക. ഏതെങ്കിലും ഒന്ന് പരീക്ഷ ചോദിക്കും. അടുത്തത് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ്. പാസ്കൽസ് ലോ അറിയണേ. പാസ്കൽസ് ലോ. നെക്സ്റ്റ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുക ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ യെസ് ക്യാപിലാരിറ്റി അല്ലേ? യെസ്, ബെർണോളിസ് പ്രിൻസിപ്പിൾ ചോദിക്കാം. ബെർണോളിസ് പ്രിൻസിപ്പിൾ 4 മാർക്കാണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത നിങ്ങൾ ഇത് കാണും. ക്യാപിലാരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കും. ബെർണോളിസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ക്യാപിലാരിറ്റി അല്ലെങ്കിൽ പാസ്കൽസ് ലോ. എന്തായാലും നമ്മുടെ ഫ്ലൂയിഡ്സിന് ഉറപ്പുള്ള ചോദ്യങ്ങളാണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്താണ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനകത്ത് കൺവെക്ഷൻ, റേഡിയേഷൻ അവർ ചിലപ്പോൾ ഒരു ചിത്രം നൽകും, ഒരു പിക്ചർ, ഇങ്ങനെ തീ കൂട്ടി കത്തിക്കുന്നത്. അപ്പം മുകളിലുള്ളത് ഏതാണ്? എ എന്താണ്? ഒരു ഇതെടുത്തിട്ട് അവിടെ ചൂടാവുന്നത് ബി എന്താണ്? ഈ സൈഡിൽ നിന്ന് ചൂട് കഴിയുന്നുണ്ടാവും, അതിന് സി എന്താണെന്ന് ചോദിക്കും. ഇതിൽ ഏത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഓരോന്നിലും നടക്കുക? ലൈക്ക് അങ്ങനത്തെ ചിത്രം ചോദിക്കാം. അല്ലെങ്കിൽ സീ ബ്രീസ്, ലാൻഡ് ബ്രീസിനെ പറ്റി ചോദിക്കാം. അത് കൺവെക്ഷനിൽ വരുന്നതാണ്. അല്ലെങ്കിൽ കണ്ടക്ഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള തെർമൽ കണ്ടക്ടിവിറ്റി ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ചോദിക്കാം. തെർമൽ കണ്ടക്ടിവിറ്റി, അതിൻ്റെ യൂണിറ്റ് എന്താണ്, അതെന്തിനേക്കാണ് അഫക്റ്റ് ചെയ്യുക എന്ന ചോദ്യം ചോദിക്കാം. റേഡിയേഷൻ ഓറിയന്റഡ് ആയിട്ട് കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയിൽ എന്നും കാണാത്ത കുറച്ച് ലോസ് ചോദിച്ചായിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം റേഡിയേഷൻ ഓറിയന്റഡ് ആയിട്ട്. പിന്നെ റേഡിയേഷൻ ആണെങ്കിൽ മീഡിയം ആവശ്യമില്ല, ലൈറ്റിൻ്റെ വേഗതയിലൊക്കെ ട്രാവൽ ചെയ്യും. ലൈക്ക് അങ്ങനത്തെ അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഓക്കെ, സ്പെസിഫിക് കപ്പാസിറ്റി ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ഇതിന് പുറമെ അത് ഫേസ് ചേഞ്ച് ആണ്. അടുത്ത ഓപ്ഷൻ ഫേസ് ചേഞ്ച് ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഫേസ് ചേഞ്ച് ഓറിയന്റഡ് ആയിട്ട് എല്ലാം ചോദിക്കാം. സോ എല്ലാം കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കാം. അടുത്തത് തെർമോഡൈനാമിക്സിലോട്ട് വരുമ്പോൾ എന്തായാലും ഐസോതെർമൽ അഡയാബാറ്റിക്കിന്റെ വർക്ക് ഡൺ ചോദിക്കും. പക്ഷെ ഐസോതെർമൽ ചോദിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം അഡയാബാറ്റിക് കുറച്ചുകൂടി വലുതായതുകൊണ്ട് അധികം അടുത്തുള്ള പരീക്ഷകളിലൊന്നും ചോദിക്കാറില്ല. ഐസോതെർമലാണ് കൂടുതലും ചോദിക്കുക. പിന്നെ ഗ്രാഫ്, എല്ലാത്തിൻ്റെയും ഗ്രാഫ് പഠിച്ചു വയ്ക്കാം.
ഗ്രാഫ് പഠിക്കുന്നതോട് തന്നെ ഫസ്റ്റ് ലോ ഒക്കെ പഠിക്കാം. ഫസ്റ്റ് ലോ ഓറിയൻറ്റഡ് ന്യൂമറിക്കൽസ് ഒക്കെ ചോദിക്കും. പിന്നെ ഓരോ പാരാമീറ്റേഴ്സിൻ്റെ മാറ്റം ചോദിക്കും. അതായത് ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇന്റേണൽ എനർജി ചേഞ്ച് എന്താണ്, ഇന്റേണൽ എനർജി എങ്ങനെയാണ്, ലൈക്ക് അങ്ങനത്തെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻ, ഈ കാണുന്ന കൺസ്ട്രക്ഷനും വർക്കിംഗ് ഒന്നും ചോദിക്കില്ല. കൂടുതലും ചോദിക്കുന്ന എഫിഷ്യൻസി PV ഗ്രാഫ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫിഷ്യൻസി ഓറിയൻറ്റഡ് ആയ ന്യൂമറിക്കൽ ചോദിക്കും. ഉദാഹരണം, ഇപ്പോൾ സ്റ്റീം പോയിന്റിനും ഐസ് പോയിന്റിലും ആണ് ഒരു കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുക. അതിനിടയിലാണ് കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? PV ഡയഗ്രാം വരയ്ക്കുക. PV ഡയഗ്രാം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകൾ ചോദിക്കും. കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. എഫിഷ്യൻസി 100% ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. എഫിഷ്യൻസി ഓറിയൻറ്റഡ് ആയ ന്യൂമറിക്കൽ PV ഡയഗ്രാം ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും കേട്ടോ. ഞാൻ ഓസിലേഷൻ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ വിൻഡിൽ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് വളരെ പോസിബിളായ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിക്കേണ്ട, മനസ്സിൽ ഉറപ്പിക്കേണ്ട ചോദ്യമാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്. അടുത്തത് വേവ്സിൽ നിന്ന് സ്ട്രക്ചർഡ് സ്ട്രിങ്ങിൻ്റെ ഡെറിവേഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാ ഡെറിവേഷനും പഠിക്കാം. സ്ട്രക്ചർഡ് സ്ട്രിങ് അടുത്തുള്ള റീസെൻ്റ് ആയി കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ആ ചിത്രമേ അവർ വരച്ച് തരും. ഇതുപോലെ ചിത്രം വരച്ചു വന്നിട്ടൊക്കെ ചോദിക്കും. ഓക്കെ, സ്ട്രിങ്ങിൻ്റെ ഡെറിവേഷൻ ഇതുപോലുള്ള ചിത്രമൊക്കെ വരച്ച് വന്നിട്ട് ചോദിക്കാറുണ്ട്, പഠിച്ചു വയ്ക്കാം. ഓക്കെ അല്ലേ? സോ ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ പരീക്ഷകളിൽ നിരന്തരം ചോദിക്കുന്നവയാണ്. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, വളരെ പ്രധാനപ്പെട്ടവയാണ്. മനസ്സിരുത്തി പഠിക്കുക. സോ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമെന്നും നിങ്ങൾ ഗംഭീരമാക്കുമെന്നൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഗൈസ്, ഐ എം ഗോണ വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. സോ ഇന്നത്തെ ലൈവ് നിങ്ങൾ മറക്കരുത്, കൃത്യസമയത്ത് ഉണ്ടായിരിക്കണം. ഈ പോസിബിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് വരണം. ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യും, എങ്കിലും ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് വരണം, ഉഷാറാക്കാം നമുക്ക്. സോ ലവ് യു ആൾ. എങ്ങനെയുണ്ട് വീഡിയോ എന്ന കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. കൃത്യം 7 മണിക്ക് സൂപ്പർ 60യിൽ കാണാം.